ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ വാഴ മൂവി പാർട്ട് 2 കണ്ടു. നമ്മൾ ഇങ്ങനെ വളർന്നു വന്ന സാഹചര്യങ്ങളും നമ്മുടെ സ്കൂളിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഞാനും ഇപ്പം എൻ്റെ പാസ്റ്റിനെ പറ്റി ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അന്ന് നമുക്ക് ശരിയെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമുക്കന്ന് തെറ്റാണെന്ന് തോന്നാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്ന് 2026ന്റെ ഒരു കോൺസെപ്റ്റ് ചിന്തിച്ചാൽ അത് വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റോ അല്ലെങ്കിൽ നമുക്ക് പുറത്തിങ്ങനെ ആരോടും പറയാൻ പാടില്ലാത്ത ടൈപ്പ് കാര്യങ്ങളാണ്. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ പറ്റി ഞാൻ ഓർത്തു. എനിക്കന്നും അത് കോൾ ഔട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സ്കൂളിൽ ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ ഓക്കെയാണ് എന്നോർക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ മാത്രം കയറി വൈ എന്നൊന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും ചോദിക്കാൻ പോകുന്ന റീസൺ ഇതാണ്, ഇത്രയും പേർക്ക് കുഴപ്പമില്ലെങ്കിൽ നിനക്കെന്താണ് കുഴപ്പം. അപ്പം ആ ഒരു പേടിയോ ചമ്മലോ ഫോർ വാട്ട് എവർ റീസൺ ഞാൻ ഈ കാര്യത്തെ പറ്റി അതൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഡീപ്പ് ഇൻ മൈ മൈൻഡ് എനിക്കറിയായിരുന്നു ഇവർ പറയുന്നത് ശരിയല്ല, ഇറ്റ്സ് ടോട്ടലി റോങ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ സ്കൂളിൽ ഒരു വാർഷിക ധ്യാനം പോലത്തെ ഒരു പരിപാടി നടന്നു. അപ്പോൾ ഞാൻ ഈ പഠിച്ച സ്കൂളിലെ മജോറിറ്റി ആൾക്കാരും ക്രിസ്ത്യൻസ് ആണ്, ബാക്കിയുള്ളവർ ഹിന്ദുസ് ആണ്. അപ്പം സ്കൂളിൽ 2 ഓഡിറ്റോറിയം ഉണ്ട്, ഒരു ബിഗ് ഓഡിറ്റോറിയം, ഒരു ചെറിയ ഓഡിറ്റോറിയം ആണ്. 2 പേർക്കും ക്ലാസ് എടുക്കുന്നത് സെയിം ആൾക്കാരാണ്. പക്ഷേ 2 പേർക്കും 2 തരത്തിലുള്ള ക്ലാസ് ആണ്. ഈ ധ്യാനത്തിനിടയ്ക്ക് നടന്നൊരു ക്ലാസ്സിൽ ഞാൻ ഈ പറഞ്ഞ ഹിന്ദു കുട്ടികൾക്ക് ക്ലാസ് എടുത്ത 2 ആൾക്കാർ ഞങ്ങളുടെ സെക്ഷനിലോട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു തുടങ്ങിയത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചാണ്, നിങ്ങൾ എന്ത് ഭാഗ്യവാന്മാരാന്ന് ഓർക്കും, കാരണം നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ അറിയാൻ പറ്റി. ഓക്കെ, അപ്പുറത്തെ ബിൽഡിങ്ങിൽ കുറേ പാവം കുട്ടികളുണ്ട്, അവർക്ക് നിങ്ങൾ അത്രയും ഭാഗ്യമില്ല. കാരണം എന്തുവാ, അവർക്ക് മറ്റേ ട്രൂ ഗോഡ് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാനുള്ള അവസരം അവർക്ക് കിട്ടിയില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് കൊണ്ട് നിങ്ങൾ എത്രമാത്രം ഭാഗ്യവാന്മാരാണെന്ന് നിങ്ങൾ ഓർക്കുക. പിന്നെ അവർ പറയുന്നത് ലൈക്ക് ഇങ്ങനെ ഈശോ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്, നിങ്ങൾ അവിടെ പോകണം, നിങ്ങൾ ഇങ്ങനെ സുവിശേഷ പ്രഘോഷണം നടത്തണം, അങ്ങനെ. അപ്പോൾ അന്ന് തന്നെ എനിക്ക് തോന്നി ലൈക്ക് ഇവർ ഈ പറയുന്ന ഡയലോഗിൽ തന്നെയുണ്ട് നമ്മൾ ഈക്വൽസ് അല്ല എന്നുള്ള രീതിയിലാണ് ഇവർ ക്ലാസ് ഫുൾ എടുക്കുന്നത്. അന്ന് എനിക്ക് ട്രിഗർ ആയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചുറ്റും നോക്കുന്നില്ല, ആർക്കെങ്കിലും ഇത് ഒരു ഇത്തിരിയെങ്കിലും എന്താ പറയുക ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ. പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഈ ധ്യാനിപ്പിക്കാൻ വന്ന ഈ ടീം ഇവർ ആ ഇടയ്ക്ക് അവിടെ അടുത്തുള്ള കുറേ സ്കൂളുകളിൽ പോയി ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർക്കുവാണ്, നമ്മൾ പോലും അറിയാതെ ഈ വർഗീയത എന്ന് പറയുന്ന ഒരു സംഭവം ഇവരിങ്ങനെ എത്ര പേരിൽ ഇൻജെക്ട് ചെയ്തതാണ്. എൻ്റെ സ്കൂളിൽ എല്ലാ ദിവസവും അസംബ്ലിയുടെ ടൈമിൽ പ്ലഡ്ജ് ഉണ്ട്. അതിൽ നമ്മൾ പറയുന്ന സംഭവം എന്തോ, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, റൈറ്റ്? അങ്ങനെ എല്ലാ ദിവസവും അസംബ്ലിക്ക് പറയുന്ന ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ കുറേ കിഴങ്ങന്മാർ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ കുറേ പേര് വളരെ ഭാഗ്യമുള്ളവന്മാർ, കാരണം നിങ്ങളുടെ യു നോ ദ റിയൽ ഗോഡ്. അപ്പുറത്തിരിക്കുന്നവർക്ക് അത്ര ഭാഗ്യമില്ല, കാരണം ദേ ആർ നോട്ട് ഫോളോയിങ് ദ റിയൽ ഗോഡ്. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും പറയും UP-യിൽ വളരെ വംശീയത പ്രശ്നങ്ങൾ നടക്കുന്നു, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെ പ്രശ്നം നടക്കുന്നു. ഞാനീ പറയുന്നത് ഞാൻ വളർന്ന സ്ഥലത്ത് എൻ്റെ സ്കൂളിൽ വന്ന് കുറേ പേര് പ്രസംഗിച്ചാണ്. അത് ഒരു തവണയല്ല, 7ാം ക്ലാസ്സിൽ ഇവന്മാർ വന്ന് ക്ലാസ് എടുത്തു. ഈ സെയിം ടീം തന്നെ ഒരു 5-6 വർഷം കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ അവിടെ വന്ന് ക്ലാസ് എടുത്തു. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇങ്ങനെയുള്ള ആൾക്കാരെ എന്തുകൊണ്ടാണ് ആരും ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുന്നത്?